കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹാവന്ദനം. ഇമ്മാനുവേൽ പ്രെയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. സംഭവങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരിക്കുന്ന ഒരു ലോകത്തിൽ, യുദ്ധങ്ങളുടെ ശബ്ദങ്ങൾ കേൾക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അങ്ങോളവും ഇങ്ങോളവും മനുഷ്യൻ ഭയത്തിന്റെയും ഭീതിയുടെയും മുൻപോട്ടുള്ളതായിരിക്കുന്ന യാത്രകൾ, ഉപജീവന മാർഗത്തിനും ബിസിനസ്സിനും പഠനത്തിനുമായി വിവിധ രാജ്യങ്ങളിൽ പ്രവാസികളായി കടന്നുപോയിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ, അവരെല്ലാം ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. കഷ്ടങ്ങളിൽ അവൻ അടുത്ത തുണയാണ്. വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ ഞാൻ നിനക്ക് ഉത്തരം നൽകും. ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിക്കുന്നു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. 121 സങ്കീർത്തനം വായിക്കുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശം ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നും വരുന്നു എന്ന് ദാവീദ് പാടുകയാണ്. അപ്പോൾ കഷ്ടതകളും പ്രയാസങ്ങളും കടന്നു വരുന്ന വേളകളിൽ കണ്ണുകളെ ഉയർത്തി കടന്നു വരുന്ന അനേക ഭക്തന്മാരെ നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയങ്ങളുടെ തുടർച്ചകളിലേക്ക് കടന്നു വരികയാണ്. ഗിദെയോനെ നോക്കി മുന്തിരിച്ചക്കിനടുക്കൽ വെച്ച് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞത്, ഈ ബലത്തോടെ നീ പോക, യഹോവ നിന്നോട് കൂടെയുണ്ട്. മിദ്യാന്യരെ ജയിച്ച് ഇസ്രായേൽ മക്കളുടെ ഗ്രഹങ്ങളെ ഉറപ്പിക്കുവാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിന്റെ വിവിധമായ മേഖലകളിലും വിവിധമായ സാഹചര്യങ്ങളിലും പെട്ടുവിടലുമ്പോൾ ആ ഗിദെയോനെ പോലെ നമ്മുടെയും ക്രിസ്തീയ ജീവിതത്തിൽ അനവധിയായിരിക്കുന്ന പ്രയാസങ്ങള്, അനവധിയായിരിക്കുന്ന പോരാട്ടങ്ങള് കടന്നു വരാം. എന്നാൽ ദൈവം തുണയായി നിന്ന് നമ്മെ വിടുവിച്ച് നമ്മെ ആയിരിക്കുന്ന ഇടങ്ങളിൽ സുരക്ഷിതവും വ്യക്തതയും വരുത്തുന്ന നിലയിൽ നമ്മെ ഉറപ്പിക്കും. 40-ാം സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, ഞാൻ എൻ്റെ കാലുകളെ ഉറപ്പിച്ചു, പാറമേൽ ഉറപ്പിച്ചു, അപ്പോൾ എനിക്ക് പുതിയൊരു പാട്ട് എനിക്ക് തന്നു. എന്റെ ദൈവത്തിന് സ്തുതി തന്നെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ഭക്തന്മാരുടെ ജീവിത യാത്രകളിൽ ദൈവം അവരെ വിളിച്ചിരിക്കുന്ന വിളിയെ കുറിച്ചാണ്. 305 പ്രാവശ്യം ദൈവം മനുഷ്യനെ വിളിക്കുകയാണ്. അതിനെ 3 ഭാഗമായി തിരിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് 3 ഭാഗങ്ങളായി തിരിച്ചതിൽ ഒന്ന് സ്വർഗീയ വിളിയാണ്. രണ്ടാമത്തെ വിളിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, 3:14, അവിടെ വായിക്കുന്നത് പരമവിളി എന്നാണ്. രണ്ടാമത്തെ വിളി പരമവിളിയാണ്. അപ്പോസ്തലനായിരിക്കുന്ന വിശുദ്ധ പൗലോസ് പറഞ്ഞ ഒരു കാര്യം, പിൻപിലുള്ളതിനെ മറന്നുകൊണ്ട് പിടിക്കാമോ എന്ന് വിചാരിച്ചുകൊണ്ട് ക്രിസ്തയേശുവിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുന്നു എന്നാണ്. ക്രിസ്തയേശുവിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുകയാണ്. അപ്പോൾ പിൻപിലുള്ളതിനെ മറക്കുക. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരുപാട് പ്രതികൂലങ്ങള്, പ്രതിസന്ധികൾ വരും. അപ്പോൾ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്കനുസരിച്ച് ഓടണമെങ്കിൽ നമ്മൾ പിൻപിലുള്ളതിനെ മറക്കണം. പിൻപിലുള്ളത് എന്ന് പറയുമ്പോൾ ഭൂതകാലത്തിൽ ഉള്ളതായിരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും. വർത്തമാനകാലത്തിന്റെ ആരംഭത്തിൽ ഉള്ളതായിരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ മുൻപിലുള്ളതായ ഭാവിപരമായ പ്രത്യാശയിലേക്ക് വിളിക്കുമ്പോൾ അതിനെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി മുൻപോട്ട് കടന്നു പോകുന്ന വ്യക്തികൾ ഇവിടെ വായിക്കുന്നത് പിൻപിലുള്ളതിനെ മറന്ന് ഞാൻ ഓടുന്നു എന്നാണ്.
വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന വിശുദ്ധ യോഹന്നാൻ ക്രിസ്തുവിൽ ബദ്ധനായി സുവിശേഷത്താൽ തന്റെ നാട് കടത്തുകയും പത്മോസ് എന്ന ദ്വീപിൽ തനേകനായി കിടന്നുകൊണ്ട് കർത്തൃ ദിവസത്തിൽ ദൈവത്തെ ആരാധിച്ചു. പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ ഏകനായി കിടന്നുകൊണ്ട് കടലിരമ്പുന്ന ശബ്ദവും ഭീതി പരത്തുന്ന അന്തരീക്ഷവും ഭയാനകമായിരിക്കുന്ന സാഹചര്യങ്ങളും തനിക്കൊരു വെല്ലുവിളിയായിട്ട് മുൻപിൽ നിൽക്കുമ്പോൾ അതിനെയൊക്കെ മറന്ന്, അതൊക്കെ കാണാതെ, അത് ഓർക്കാതെ, നോക്കാതെ താൻ വിളിച്ചതായിരിക്കുന്ന ദൈവം, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് താൻ വിശ്വസ്തതയുടെ മുൻപിൽ മുട്ടുമടക്കി. പ്രിയമുള്ള ദൈവജനമേ, നമുക്ക് ചുറ്റും ഇരമ്പുന്ന ശബ്ദങ്ങളായിരിക്കാം. നമുക്കറിയാം, ഇപ്പൊ യുദ്ധത്തിന്റെ ഭീതി പരക്കുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള ആളുകളോട് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറയും, ഞങ്ങളെ കാതടപ്പിക്കുന്ന വിധത്തിലുള്ള ശബ്ദങ്ങളാണ്, ഭീതിയുടെ നടുവിലാണ്, സെല്ലുകൾ വീണുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, തലയ്ക്ക് മീതെ പറന്നു പോകുന്ന കാഴ്ച കാണാം. അപ്പോൾ ഭീതിപനജയമായിരിക്കുന്ന അവസ്ഥകളിൽ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കിടക്കുമ്പോൾ ചുറ്റും ഇരമ്പുന്നത് കടലാണ്. കടൽ തേളുകളും കടൽ പാമ്പുകളും കടലിൽ പലവിധത്തിലുള്ളതായിരിക്കുന്ന വിഷങ്ങളുള്ള ജീവികളുണ്ട്. അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യോഹന്നാൻ താൻ കർത്തൃ ദിവസത്തിൽ ദൈവത്തെ പാടി സ്തുതിച്ചു. പ്രതികൂലമാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, വിളിച്ചവനായ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഭയം കൂടാതെ ആരാധിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് അനേക പ്രതികൂലങ്ങളുണ്ട്, അനേക പ്രതിസന്ധികളുണ്ട്. മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതിസന്ധികൾ നമ്മെ തളർത്തും വിധത്തിൽ കടന്നു വരാറുണ്ട്. പക്ഷെങ്കിൽ തളർന്നു പോകാതെ നാം വിശ്വസ്തയോടെ നിന്നുകൊണ്ട് വിശ്വാസത്തിനു വേണ്ടി പോരാടുമ്പോൾ പ്രതികൂലങ്ങൾ നടുവിൽ നിൽക്കേണ്ടി വരും. ഒറ്റപ്പെട്ട അവസ്ഥയുണ്ടാകും, വെറുക്കപ്പെട്ട അവസ്ഥയുണ്ടാകും, തള്ളിക്കളയുന്ന അവസ്ഥയുണ്ടാകും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ഞെരുക്കത്തിന്റെ അവസ്ഥയുണ്ടാകും, തള്ളിപ്പറയുന്ന അവസ്ഥയുണ്ടാകും, പലവിധമായ ആരോപണങ്ങളാൽ നമ്മൾ വേദനിക്കുന്ന അവസ്ഥയുണ്ടാകും. ഏത് വിധത്തിലും വിശ്വാസത്തിൽ നിന്ന്, കാരണം ക്രിസ്തുവിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുവാൻ കാൽവെക്കുമ്പോൾ പോരാട്ടങ്ങളുണ്ട്. കാരണം ഇത് ഓട്ടക്കളമാണ്. ഈ ഓട്ടത്തിൽ ജയിക്കുന്നവന് മാത്രമാണ് കിരീടമുള്ളത്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ ഓട്ടം ഓടി തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഈ നീതിയുടെ കിരീടം കണ്ടുകൊണ്ടാണ് പൗലോസ് ഓട്ടം ആരംഭിച്ചത്. ഈ ഭൂമിയിൽ നമ്മൾ ഓട്ടത്തിനായി ഇറങ്ങുമ്പോൾ ഭൗതികമായിരിക്കുന്ന പല അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്നവരുണ്ടാകും, വാക്കുകളും വാഗ്ദാനങ്ങളും ഉണ്ടാകും. അതൊക്കെ കുറച്ചു കഴിയുമ്പോൾ പിൻവലിക്കപ്പെടുകയും അത് നമുക്ക് ലഭിക്കപ്പെടാതിരിക്കുകയും ഇതൊക്കെ പിന്നെ വ്യാജമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും നിരാശപ്പെടും. പക്ഷേ നമ്മളതൊന്നും കണ്ട് ഇറങ്ങുന്നവരല്ല, കണ്ട് യാത്ര ചെയ്യുന്നവരല്ല. നമ്മൾ വിശ്വസ്തയോടെ നിൽക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് പിൻപിലുള്ളതിനെ മറന്നുകൊണ്ട് പിടിക്കാമോ എന്ന് വിചാരിച്ചുകൊണ്ട് ക്രിസ്തയേശുവിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് നമുക്ക് ഓടാം. യോഹന്നാൻ പത്മോസ് ദ്വീപിൽ തളർന്നില്ല, ക്ഷീണിച്ചില്ല. അവിടെ നിന്നുകൊണ്ട് താൻ ശബ്ദമെന്നറിയുവാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ യോഹന്നാനെ വിളിച്ച ശബ്ദം, അഗ്നിജാല കണ്ണുള്ളവൻ മാറത്ത് പൊൻകൊച്ച കെട്ടി 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് 7 നിലവിളക്കിന്റെ നടുവിൽ ഇറങ്ങി വന്ന യേശു ക്രിസ്തുവിനെ കണ്ടു. ആ കാഴ്ചയാണ് തന്റെ ജീവിതത്തെ പിന്നെയും ബലപ്പെടുത്തിയത്. വരുവാൻ പോകുന്ന ചില കാര്യങ്ങളെ കുറിച്ച് ദൈവം യോഹന്നാന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ആ കഷ്ടത തന്റെ ജീവിതത്തിൽ ചില വഴികൾ തുറക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം പോരാട്ടങ്ങളും പ്രതികൂലങ്ങളും നിറഞ്ഞതെങ്കിലും അതിന്റെ മധ്യത്തിൽ നമുക്ക് ആശ്വാസമുണ്ട്, വിടുതലുണ്ട്. ആ വിടുതൽ പ്രാപിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ കൂടി അവസാനിപ്പിക്കുകയാണ്.
അടുത്ത വിളി വിശുദ്ധ വിളിയാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ നിലവകൽ കാലത്തിനായി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അടുത്ത മുതലിയായിട്ട് ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നവരുണ്ട്. യുദ്ധശ്രുതികളുടെ നാട്ടിൽ ജീവിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഗൾഫ് മേഖലയുള്ളതായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെ കർത്താവെ വിടിവിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. യൂറോപ്പിലായിരിക്കുന്നവരുണ്ട്, അമേരിക്കയിലുള്ളവരുണ്ട്, പഠനത്തിലുള്ളവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, കുടുംബമായി പാർക്കുന്നവരുണ്ട്. എല്ലാവരെയും അനുഗ്രഹിക്കണം. രോഗികളായി കിടക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ആശ്വാസം കൊണ്ട് നിറയ്ക്കണം. പലവിധമായ ഭാരങ്ങളാൽ ജീവിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലും മാറ്റവും നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. മഹത്വമെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ.